എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാനിതാ ഇന്ന് എൻ്റെ വീടാണ് കാണിച്ചു തരുന്നത്. അതായത് എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട്. അപ്പോൾ ഓടിട്ട വീടാണ് ഇത്. അപ്പോൾ പണ്ടത്തെ ഒരു ട്രഡീഷണൽ മോഡലുള്ള ഒരു വീടാണ്. കണ്ണൂർ പിന്നെ ഭാഗത്തെല്ലാം ഏകദേശം ഓട് ഇട്ട വീടുകൾ ഇതുപോലെയാണ് കണ്ടുവരുന്നത്. അതായത് ഓടിട്ട് 2 നില വീട്. അപ്പോൾ 2 നില എന്ന് പറയുമ്പോൾ അങ്ങനെ വലിയൊരു വീടൊന്നുമല്ല, ഒരു ചെറിയ വീടാണേ. അപ്പം ഞാൻ കാര്യമായിട്ട് ഈ വീഡിയോ എടുക്കാനുള്ള ഒരു കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഒരു ഗാർഡൻ ടൂർ പോലെ ഒന്ന് കാണിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ ഗാർഡൻ ടൂർ എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു വിശാലമായ ഗാർഡനൊന്നുമില്ല, എന്നാലും അത്യാവശ്യം കുറച്ച് ചെടികളും പൂക്കളും കാര്യങ്ങളൊക്കെ എനിക്കുണ്ട്. കാരണം ഞാനൊരു പക്ക ഗാർഡൻ ലവറാണ്. എവിടെ ചെടി കണ്ടാലും ഞാനത് എങ്ങനെയെങ്കിലും സ്വന്തമാക്കും എന്ന് കരുതി അടിച്ചുകൊണ്ട് വരലല്ല, ആരടുത്ത് കണ്ടാലും ഒന്ന് ചോദിക്കും. അതുപോലെ തന്നെ ഞാൻ എൻ്റെ അടുത്ത് ചെടികളുണ്ടെങ്കിൽ ആര് ചോദിച്ചാലും ഞാൻ കൊടുക്കാറുമുണ്ട്. അപ്പോൾ അങ്ങനെ ഒരുപാട് ചെടികളുടെ കളക്ഷൻ ഉണ്ട് എനിക്ക്. നമ്മുടെ വരാന്തേൻ്റെ താഴത്തുള്ള സ്റ്റെപ്പിൽ നീളത്തിൽ ഞാൻ കുറേ ചെടിച്ചട്ടിയിൽ നിറയെ ചെടികളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ പല വെറൈറ്റി എല്ലാം പലതരം വെറൈറ്റീസിലുള്ള ചെടികളാണ് ഉള്ളത്. അതും കൂടുതലും ഇലച്ചെടികളാണ് എൻ്റെ അടുത്ത് കൂടുതലുള്ളത്. കുറേ പൂക്കളുള്ള ചെടികളുടെ കളക്ഷൻ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ നോക്കുമ്പോഴത്തേക്ക് പൂക്കൾ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ആ ചെടിയുടെ ഭംഗി മൊത്തം പോവും. അതുകൊണ്ട് ഞാൻ കുറച്ച് നാളായിട്ട് ഇലച്ചെടികളുടെ കളക്ഷനാണ് കോൺസെൻട്രേറ്റ് ചെയ്തത്. അതുകൊണ്ട് തന്നെ എൻ്റെ അടുത്ത് വെറൈറ്റീസ് ഓഫ് കുറേ ഇലച്ചെടികളുണ്ട്. അതുപോലെ തന്നെ ഇത് നമ്മുടെ വീട്ടിലേക്ക് കയറുന്ന സൈഡ് ഭാഗത്തായി ഓർക്കിഡ്സ്, നമ്മുടെ ആന്തൂറിയം എന്ന് പറയും. ആന്തൂറിയം എന്ന് പറഞ്ഞാൽ ഗ്രൗണ്ട് ഓർക്കിഡ്. അപ്പം അതിൻ്റെ ഒരു കളക്ഷൻ ഉണ്ട്. അപ്പോൾ അതിൻ്റെ പല കളേഴ്സിലുള്ള പൂക്കളുള്ള ഓർക്കിഡുകൾ എൻ്റെ അടുത്തുണ്ട്. അതുപോലെ തന്നെ പിന്നെ കുറേ ചെടികൾ പൂക്കളുണ്ടാകുന്ന റോസ്, അതുപോലെ പിന്നെ ഇലച്ചെടികൾ, പിന്നെ നമ്മുടെ യൂഫോർബിയ മീൻസ് നമ്മുടെ ആ മുള്ളുള്ള പലതരം പൂക്കളുള്ള ചെടി, അതുപോലെ നമ്മുടെ നന്ദ്യാർ വട്ടത്തിൻ്റെ ഹൈബ്രിഡ്. അപ്പം അങ്ങനെ അതുപോലെ ഒരുപാട് വെറൈറ്റീസ് ഓഫ് ചെടികളുണ്ട്. ഇത് നമ്മുടെ പലതരം ഇലച്ചെടികൾ. അതിൻ്റെ പേരെനിക്ക് ശരിക്കും അത്രയ്ക്ക് അറിയില്ല. നമ്മുടെ പിന്നെ പലതരം കളറ് ഇലകളുള്ള കോളിയാസിൻ്റെ കുറേ വെറൈറ്റി കളക്ഷൻ ഉണ്ടായിന് എൻ്റെ അടുത്ത്. പക്ഷെ മഴയത്ത് കുറേ നശിച്ചു പോയി. പക്ഷെ ഞാൻ എന്നാലും കുറേയൊക്കെ മഴ കൊള്ളാണ്ടൊക്കെ മാറ്റി വെച്ച് നമ്മുടെ കിണറിൻ്റെ സൈഡ് ഭാഗമാണ് ഈ കാണിക്കുന്നത്. അപ്പോൾ ഇതൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ മഴ കൊണ്ടാലും നശിച്ചു പോവാത്ത ചെടികളാണ്. അപ്പോൾ എത്ര കാലം വേണമെങ്കിലും ഈ ചെടികൾ അങ്ങനെ തന്നെ ഇരുന്നോളും. കോളിയാസിൻ്റെ വേറൊരു വെറൈറ്റി കളക്ഷനാണ്. ഞാനൊരു ദിവസം കോളിയാസിൻ്റെ മാത്രം കളക്ഷനാണ് നിങ്ങൾക്ക് എല്ലാവർക്കും കാണിച്ചു തരാം. അതുപോലെ തന്നെ നമ്മുടെ ചൈനീസ് ബാൾസത്തിൻ്റെ ഒരുപാട് കളക്ഷൻ എൻ്റെ അടുത്തുണ്ടായിരുന്നു. പക്ഷേ മഴക്കാലത്തെല്ലാം നശിച്ചു പോകും. അപ്പോഴാണ് നമുക്ക് സങ്കടം വരിക. കാരണം നമ്മൾ അത്രയും കഷ്ടപ്പെട്ട് ഉണ്ടാക്കി നല്ല പൂക്കളൊക്കെ ആയി വരുമ്പം മഴ വന്നു കഴിഞ്ഞാൽ ആ മഴ കൊണ്ട് തനിയെ അത് നശിച്ചു പോകും. എൻ്റെ ചെറിയ കുട്ടപ്പൻ വന്നിട്ട് നോക്കുന്നുണ്ട്. പക്ഷേങ്കിൽ മുമ്പിൽ ഒരു ചെടി വെച്ച് കഴിഞ്ഞാൽ ഒരു പൂ വരെ ആൾ ബാക്കി വെക്കില്ല, എല്ലാ പൂവും പറിച്ച് കളയും. എനിക്ക് ഇഷ്ടപ്പെടാത്തൊരു കാര്യമാണ് ഗൈസ് പൂക്കൾ പറിക്കുന്നത്. ഞാനും അവനും തമ്മിൽ മെയിനായിട്ടുള്ള വഴക്ക് എൻ്റെ പൂക്കൾ പറിക്കുന്നതുകൊണ്ട് മാത്രമാണ്. എവിടെ പൂക്കൾ കണ്ടാലും അത് പറിക്കണം. കുട്ടികളെല്ലാം അങ്ങനെ തന്നെ ആയിരിക്കും. പക്ഷേങ്കിൽ അടുത്ത ആളും വന്നിട്ടുണ്ട്. ആൾക്കും ചെടി കാണുമ്പോൾ ഒരു വീക്ക്നെസ്സാണ് പൂ പറിക്കാൻ. അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും ചെടികളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ എനിക്കൊന്ന് മെസ്സേജ് ചെയ്താൽ മതി. പേയ്മെൻ്റ് ഒന്നും വേണ്ട, ജസ്റ്റ് എനിക്ക് പറ്റുന്നതാണെങ്കിൽ അധികം ദൂരമൊന്നും ഇല്ലെങ്കിൽ ഞാൻ DTDC വഴി കൊറിയർ ചെയ്തുതരാം. ഇതുവരെ ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല. പക്ഷേ ഇപ്പോൾ എൻ്റെ ഫാമിലിയിൽ കുറച്ച് മെമ്പേഴ്സൊക്കെ ആയതുകൊണ്ട് അവരെല്ലാവരും അറിയാൻ വേണ്ടി പറയുന്നതാണ്. ആർക്കെങ്കിലും ചെടികൾ ആവശ്യമുണ്ടെങ്കിൽ പറയാം, ഞാൻ എന്തായാലും പറ്റുന്ന പോലെ നിങ്ങൾക്ക് സെൻഡ് ചെയ്ത് തരാം. അപ്പോൾ ഒരു ഫുൾ വീഡിയോ നമുക്ക് വേറൊരു വീഡിയോയിൽ കാണാം.